ഈശ്വര അതിന്റെ കൈയൊന്ന് പിടിച്ചാൽ മതി. അപ്പൊ ഈശ്വരൻ ഇത് തലകുത്തി മറിയോ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമല്ലോ അല്ലേ? അപ്പം നമ്മളിപ്പം മലേഷ്യയിലാണുള്ളത്. ഈ ഒരു വീഡിയോ നമ്മളുടെ കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കേബിൾ കാറിൽ ജെൻറ്റിങ് ഹൈലൻഡ്സിൽ എത്തി എന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ജെൻറ്റിങ് ഹൈലൻഡ്സിലെ ഒരു ഇൻഡോർ തീം പാർക്കിലേക്കാണ് പോകുന്നത്. എൻ്റെ അമ്പോ, ഒരുപാട് ഇൻഡോർ തീം പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും വലിയ ഒരു ഇൻഡോർ തീം പാർക്കിൽ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം അത്ര വലുതാണ്, ഭയങ്കര വലുതാണ്. 4 lakh സ്ക്വയർ ഫീറ്റ് അത്രയുണ്ട്. അപ്പോൾ ഒരുപാട് റൈഡുകളും ഒക്കെ ആയിട്ട് ഇത്രയും വലുത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അമ്പോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇതാണ് സ്കൈട്രോപോളിസ് ഇൻഡോർ തീം പാർക്ക്. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം അല്ലേ? നടന്നു നിങ്ങൾക്ക് ആവശ്യമില്ല ബാഗ് ഇതിൽ കയറാൻ പോകും. പക്ഷെ എനിക്ക് ഇതിലൊന്നും കയറാനുള്ള ധൈര്യമില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉള്ള വഴിയായി. ഞാനാണ് ഇവിടെ ശശി. എന്തോ ഒരു സാധനം അതാ തലയും കുത്തി പോന്നു. അമ്മേ ഈശ്വര, ആ നന്നായി. അതിന് അങ്ങനത്തേലൊക്കെ പോണെന്നാണ്. ഇതൊരു ലോകാണ് കേട്ടോ. എന്റെ പൊന്നോ, എന്തൊക്കെ സാധനം. കാറ് കണ്ടില്ലേണാവോ അത്? ആ കറങ്ങി പൊളിക്കണ സാധനം. തല കുത്തിയൊക്കെയാണ് ആ വരണത്. ഈശ്വര, ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കയറിയിട്ടോ എനിക്കിതെല്ലാം പേടിയാണ്. എനിക്ക് ആ ഇതിൻ്റെ ഉള്ളിൽ വെറുതെയാണ്. ചുമ്മാ കയ്യിൽ ഇതൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും കയറാനൊക്കെ പറ്റും. എന്തായാലും മക്കളും സൈത്തേട്ടനും തകർക്കട്ടെ. ആകെ മൊത്തം അലർച്ചകളുടെ സൗണ്ടാണ് കേൾക്കുന്നിട്ടേ പോകുന്നില്ല. അവിടെ പറഞ്ഞു വീണ് എന്തൊക്കെയാ അറിയോ, ഏതിൽ കൂടെയൊക്കെ എന്തൊക്കെയാ പോകുന്നു. ഇത്രയും വലിയ ഇൻഡോർ തീം പാർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഓ മൈ ഗോഡ്, എന്റെ ദൈവേ. ഈശോയെ, തല കറങ്ങാൻ വേറെ എവിടെയും പോട്ടെ, ഞാൻ കയറത്തുണ്ടായി. അയ്യോ, പേടിയായോ? ജസ്റ്റ് ഒന്ന് നീങ്ങാൻ തുടങ്ങിയപ്പോൾ മുതൽ ഫുൾ കണ്ണാസ്. അതെ, ഇതിലേക്കാണ് പപ്പ എന്നെ വിളിച്ചത്. ഈശ്വര, ഇനി അടുത്തതിലേക്ക് പോവാൻ കേട്ടോ. ഞാനല്ല അത് ചുമ്മാ എന്നോട് കയറി പോണെന്ന്. ഇവൾക്ക് തല കറങ്ങണേല് കയറണമെന്ന്. അമ്മേ, ഇത്രയ്ക്ക് ധൈര്യം എന്റെ ഈശ്വര. ഇതിൽ ഇങ്ങനത്തേലൊക്കെ ഞാൻ കയറാൻ വേണം. ഇത് പൊളിക്കൂ ചിലപ്പോ. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ അമ്മേ, ധൈര്യം ധൈര്യം സമ്മതിക്കണേ. ഇതേ പോകുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പൊ മനസ്സിലാവില്ലല്ലോ, ദൂരെ നിന്ന് എടുക്കുന്ന ഫീൽ വേണ്ടേ? അതിൻ്റെ ഉള്ളിലേക്ക് കയറി തന്നെയല്ലേ ഈ സാധനം. പോകുന്നുട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആയിരിക്കും, അതിനായിരിക്കും. അതിന് കാണാൻ കിടക്കണോ? അമ്മേ, അതാ പോകുന്നു മുകളിലോട്ട്.
ആകാശത്തെത്തി. കിടക്കുകയാണല്ലേ? ആ വരുന്നേ അമ്മേ, എന്റെ പൊന്നേ, ഈശ്വര ഈശ്വര. Oh my God. അതിലുണ്ട്, പക്ഷെ അതൊന്നും കിട്ടില്ല. എവിടെ പോയി? ആ എക്സ്പീരിയൻസ് ഒന്ന് പറയുമ്പോളെ എങ്ങനെയുണ്ടായിരുന്നു? ഈശ്വര, താഴെ നിന്നിട്ട് എന്റെ അമ്മയെ സമ്മതിച്ചു. എന്ത് സാധനാണ് അടുത്തേക്ക് പോകുന്നത്? പോയിക്കോ. അവിടെ എത്ര? ഞാനൊന്നുമില്ല, പോയിക്കോളൂ. ഞാൻ ഇല്ലെന്ന്. നീ പോയിക്കോ. എന്നിട്ട് അങ്ങേ അറ്റത്ത് പോയി അവിടുന്ന് താഴത്തേക്ക് വിടാനാണേ. ഞാനില്ല. അവരോട് അത് കൈയിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കണെന്താ? അവിടേക്ക് വരാൻ പറ്റില്ല. ഇത് തിരിയുമായിരിക്കും അല്ലേ? ഓ, ഇത് സൈഡിൽ പോയിക്കാവും. നല്ല കുറച്ചുകൂടെ അടുത്ത് നീങ്ങിയിട്ട് അല്ലേ? അമ്മയാ പോയ അങ്ങടന്നെ. ഇനി ഒരൊറ്റ വരെ വരും. എന്റെ അമ്മേ, പാറുവിനെ കിട്ടുന്നില്ലല്ലേ? ഇല്ലല്ലോ. കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നിയില്ലല്ലോ. ഇത് അങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും. എനിക്കൊക്കെ പ്രശ്നമാണേ. അല്ല, എനിക്ക് ശരിക്കും ഇതിൽ പോവായിരുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. അയ്യടാ, പോയിരുന്നില്ലേ? ഇതൊന്നും ഒന്നല്ലെന്നാണ് പാറുവിന്റെ. ഇതേപോലെ ഞാൻ സാധനത്തുമ്പോൾ കയറി. അതൊക്കെയാണ്. രണ്ടാളും കൂടിയാണ് കേട്ടോ പോണത്. രണ്ടാളും കൂടി കയറിയുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. എന്തൊക്കെയോ തലകുത്തി കറക്കി. ഇല്ല, അതിനെന്തിപ്പോ എന്താ? ഇല്ല, അതൊന്നും കഴിഞ്ഞില്ല. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇപ്പൊ കാണാൻ തല കിടക്കണത്. പിന്നെന്താ, പാറല്ലേ അപ്പുറത്ത്, അതിന്റെ കൈന്ന് പിടിച്ചാ മതി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അതിന് മേലെ കൊട്ടേലും മതി. ഇങ്ങനെ നാക്കുമ്പോൾ അതിന് മേലെ കൊണ്ടാലും മതി. ആ, അതിനെ ഒന്നിച്ചാ സാധനം കാണിച്ചാണ്. അതേ പോകുന്നു.
അമ്മേ. ഓന്റെ ഈശ്വര, അമ്മയ്ക്ക് പേടിയാണ് കണ്ടിട്ട്. എങ്ങനുണ്ട്? ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. അവൾക്ക് ഇതൊന്നും മതിയായിട്ടില്ല. നീ അതിലും വലിയ റോളർ കോസ്റ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ശരി. അങ്ങനെ നമ്മൾ ഇതിലിനി കയറാൻ പോട്ടെ. ഈ തലയിൽ ഏറ്റവും എളുപ്പമുള്ളത് എനിക്കാ തോന്നുന്നു. തന്നെ ആ എന്നെ കൊണ്ട് പറ്റുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇതിന് നമ്മൾ പോവാം. നമ്മളിങ്ങനെ താഴേന്ന് പൊങ്ങി 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 മുകളിലെത്തി. അതാ വിളിക്കണു. നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അതിന്റെ റൂഫിന്റെ കണ്ടോ, ഏറ്റവും താഴേന്ന് മേലെത്തി. ആഹാ, മൊത്തം ഇങ്ങനെ കാണാം. ഈശ്വരൻ, ഇത് തലകുത്തി മറിയോ? മുകളിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിച്ചിട്ട് എനിക്ക് തോന്നുന്നത് കാണാനാ. അല്ല, എനിക്കറിയില്ല. ആ, അടിപൊളിയാണ്. ഇതിങ്ങനെ കൊറേ വട്ടത്തിലുള്ള ഇതിലുണ്ട്. പാറു പാറു പ്രദു ഒന്നുകൂടി ഉണ്ടാ. നമ്മളിങ്ങനെ കറങ്ങി 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 ഏറ്റവും ടോപ്പിലെത്തി. വേണ്ട വേണ്ട, ഞാൻ ഇല്ല. പക്ഷെ ഞാൻ ഇല്ല, എനിക്ക് വയ്യ. നോ എന്ന് പറഞ്ഞാൽ നോ. എന്നെക്കൊണ്ട് വെയിറ്റ് ഹൈറ്റിലെത്തിയിട്ടെന്നെ ഞാനിവിടെ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ആ നെഹി, ഈ സാധനത്തിലാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ, തിരിച്ചെത്താവാറായി. കാറും പ്രതൊക്കെ എത്തിയോ? അതിലിതിലാണ് തോന്നുന്നു. ആ അതെ, ഇതിലുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇരിക്കുന്ന അതിലാണ് നമ്മൾ പോയി ഇറങ്ങി വന്നത്. ഇനി അടുത്തേക്ക് കയറാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എത്തും. അങ്ങോട്ട് തിരിച്ചിട്ടാ വരുന്നു. മതി. ആവു താഴെ. വല്ല കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണേ കാണാനില്ല. ഞാൻ എവിടെയാണോ എന്തോ, പാറും മൃതൊക്കെ എവിടെയാണോ എന്തോ, എനിക്ക് കണ്ണേ കാണുന്നില്ല. തിരിക്കല്ലേന്നോ? ആര് തിരിക്കണം? നമ്മളെ സ്വന്തം തലയിട്.
സാധനല്ലേ അതിലേക്ക് കയറേ ആയിരിക്കും. ആണോ നമുക്കുള്ളത്? ഇതായിരിക്കോ? അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ പ്രതുവിന് എന്തോ വേണം. പ്രതു എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെവിടെ നമ്മള് എവിടെയാണ് ഇത്? എന്തപ്പോ സമയം എത്ര? ആ ഞാനല്ലേ പോയത്. എന്റെ തേയിലേ ഈ എന്തോ ഞാൻ വീട്ടിൽ നിന്നത് തന്നെ. സ്പിൻ ക്രേസി പ്രതുനയിലും ടവറിന്റെ മേലേക്ക് കയറി ഈഫൽ ടവറൊക്കെ ഉള്ളവരല്ലേ? അപ്പൊ എന്നെ കേറ്റാം. പേടിപ്പിക്കാതെ കുട്ടിയെ. എന്നെ കെട്ടിപ്പിടിക്കൂ. അയ്യടാ ഇത് നല്ല രസമുണ്ട്. ഇനി അടുത്ത അമ്മേ തല മൊത്തം കറങ്ങണാണ്. അവിടേക്കാണ് അടുത്ത ആള് പോണ കേട്ടോ. ഫുൾ 180. 180 അല്ല അത് 360 ആണ്. കാണാൻ എന്ത് രസാ. ഓ ഹലോ. എവിടുന്ന് കിട്ടുന്നടോ ഇത്? കാണാൻ തലകുത്തി നിന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും അടുത്തത് ഇതിലേക്കാണ് കയറി പോകുന്നത്. പപ്പയും മക്കളും കൂടി പോയിട്ടുണ്ട്. അതേലിയേ നീ ഉണ്ടാവോ?
ആണോ? അത്ര ഇഷ്ടപ്പെട്ടോ? ആണോ? ഫ്രണ്ട്സ് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിട്ടത്തൊക്കെ അത്ര പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ നാലിക്കെല്ലാം പേടിയാ. എവിടെ? ആരൊക്കെയോ അതാ അതാ പൂപ്പാട് കറങ്ങിക്കോളൂന്നാണ് പറഞ്ഞത്. നമ്മളല്ല കറക്കുന്നത്. കേട്ടോ. ഇത് വല്ലാണ്ട പേടിയൊന്നും ആവില്ല. പക്ഷേ രസം ഉണ്ടായിരുന്നു. ഇത് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നമുക്ക് ഗെയിം ഇങ്ങനെ ഒരു പാക്കറ്റ് തരും. അതിൽ എന്താണെന്ന് പറയാം, മിസ്റ്ററിയാണ്, സർപ്രൈസ്. നോ ക്യാഷ്. ഇവിടെ പാമ്പും പാമ്പിന്റെ മുട്ടൊക്കെയാണ് ഈ കാണുന്നത്. ഓൻ്റെ അമ്മേ, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു എൻട്രൻസ് കാണാറുണ്ട് കേട്ടോ. ഫുൾ പൂക്കൾ. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാതെ എങ്ങനെ പോകും? ഇതെന്താണ്? പക്ഷേ ചോദിച്ചിട്ട് ഞാൻ ഇതെന്താടോ? അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും കേബിൾ കാറിൽ കയറാൻ പോവാണ്. തിരിച്ച് താഴേക്ക് തന്നെ പോവാണ് കേട്ടോ. ഇത് നമ്മളൊരു ഉച്ച മുതൽ വൈകുന്നേരം വരെ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. ഞാൻ മുഴുവനൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം അത്രയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. Macam mana pun kalau kasta kau rendah, kau tetap ke rendah. Ini kasta no. Kita setara. Kita setara. এটা তো রশি চলে দেওয়া যায়, রশি যায়। Iya. তাকানো দিকে তাকান। Tu pasal. Jadi bawa bawa riksa secu. Ini juga oi. Lalu ചൊല്ലാ പറഞ്ഞു. സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ഥലം. അങ്ങനെ നമ്മൾ തിരിച്ചു ഇവിടെ. എൻ്റെ അമ്മേ, ചോക്ലേറ്റുകളുടെ സ്ഥലമാണ്. 50 ഗ്രാമിന് എത്രയാ? ആഹാ, വേണം. മലേഷ്യൻ ചോക്ലേറ്റ്, നിറയെ ചോക്ലേറ്റുകൾ. ചോക്ലേറ്റ് ഇവിടെ നോക്കിയാലും ചോക്ലേറ്റ്, ഒരുപാട് ചോക്ലേറ്റ്. എന്താണ് 5 items to നോക്കി കഴിക്കാൻ തോന്നുന്നു ഇപ്പോഴേ. അല്ല, ഇവിടുത്തെ സ്വീറ്റ് ആണോ? ഇത് നമ്മൾ അപ്പോൾ എവിടെ പാക്കറ്റ് എവിടെ?
ഇതിലിതെന്താ ഇവിടെ ഇതാണ് നമ്മൾ ഹോട്ടൽ. ഇവിടാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ പോയി നിൽക്കൊന്നും വേണ്ട. ഞങ്ങളാ അങ്ങനെ നമ്മൾ തിരിച്ച് എൻ്റെ അമ്മേ ഹോട്ടലിലെത്തി. നമ്മൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അല്ലേ? മക്കൾസൊക്കെ ക്ഷീണിച്ച് തിരിച്ച് നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഉണ്ടാക്കിയ കോഫി കഷ്ടപ്പെട്ട് കോഫി ഒക്കെ ഉണ്ടാക്കി നിൽക്കണ കുട്ടി എങ്ങനെയുണ്ട്? കാണാണ്ടോ? കാണാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം പകുതി എന്നാ ഒന്നും കൂടെ ഉണ്ടായിക്കോ, നമുക്ക് രണ്ടുപേർക്കും ഷെയർ ആക്കി കുടിക്കാം. കുറച്ചുകൂടെ മധുരം വേണോ? കുറച്ചുകൂടെ മധുരം വേണോ? കോഫി ഇതെന്താ, ഇത് കോഫിയല്ലേ? കുടിച്ച് നോക്കിയിട്ട് പറയണില്ലേ എന്താണെന്ന്? അതാ അടുത്ത ഗ്ലാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കപ്പിലേക്ക് വെള്ള കളറിൽ വന്ന് എന്തിട്ട് പാൽപ്പൊടി അതുകൊണ്ട് വെയിറ്റ്. അപ്പൊ ഒരു കാപ്പിപ്പൊടി ഇട്ടപ്പോ ഈ കളറായി. കുറച്ച് വെള്ളം കൂടി കുറഞ്ഞിരുന്നെങ്കിൽ നല്ല കാപ്പിയായിരുന്നു. ഇനി വെള്ളം കുറച്ച് മധുരം കൂട്ടിക്കടുപ്പ് കാപ്പിയായി. നിങ്ങളെ കുറിച്ച് തീർത്താൽ ഞങ്ങൾക്കുള്ള ഉണ്ടായിക്കോളാൻ പറയും. ഇനി അടുത്തത് നിറയെ എഴുതിയിട്ടുണ്ടോ? മലയാളം നോക്ക്. മലേഷ്യയിൽ മലയാളം കണ്ട സന്തോഷാണിത്. ഓ മൈ ഗോഡ്. ഇവിടെ എല്ലാ ഭാഷ എന്തൊക്കെയോ ഭാഷകൾ എഴുതിച്ചിട്ടുണ്ടോന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രിയിൽ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത്. എവിടെ? ആ ആ ആ അങ്ങനെ നമ്മൾ 7-Elevenലേക്ക് കയറാൻ പോവാം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് അത്ര. നാസിലമക്കുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നാസി ബിരിയാണി ഉണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അത്ര. ഇതൊക്കെ പാറും പ്രതും പറഞ്ഞതാണ് കേട്ടോ. ഇതുണ്ടോ നമ്മൾ തന്നെ അവിടെ നിന്ന് ഫുഡ് മേടിച്ച് ഇവിടെ ഓവനിൽ വെച്ച് അങ്ങനെ ഉണ്ട്. എനിക്കൊരു ബൈറ്റ്. അടിപൊളി. മീനോ വേണ്ട. ഓ അങ്ങനെ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ മേടിക്കാൻ പറ്റുണ്ടാവുമായിരിക്കും അല്ലേ? മലേഷ്യൻ പഴം. എനിക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് എനിക്ക് കിട്ടി കഴിച്ചു. ചേച്ചി ഞങ്ങൾ ഇഷ്ടമായി. നിങ്ങൾക്ക് പോയി എടുത്തോടെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പും എല്ലാം കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക്. നല്ലായിരുന്നില്ലേ? ഇന്ന് സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാം എനിക്കെന്തായാലും നല്ല മുതലായിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള പരിപാടികളായിരുന്നു എല്ലാം. അപ്പം ഇനി ബാക്കി നാളെ